നമസ്കാരം. കർക്കിടക മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിപ്പിക്കേണ്ട ദിവസങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത്. എന്നാൽ കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും. സൗഭാഗ്യം ഇരട്ടിയായി തന്നെ ധനപരമായ നേട്ടങ്ങൾ കൈകളിലേക്ക് വന്നു ചേരും എന്നും പറയാം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ചില സൗഭാഗ്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന് വിശദമായി തന്നെ പരാമർശിക്കാം. അതിൽ ആദ്യത്തെ 4 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. ഏവരും കർക്കിടക പൂജയുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. ചില കാര്യങ്ങൾ ഈ മാസം ഇവർക്ക് അനുകൂലമാകുന്ന സമയം കൂടിയാകുന്നു. ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ ഉയർച്ച വന്നു ചേർന്നു എന്ന് വരാം. സന്തോഷകരമായ ചില നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ കൂടി പുലർത്തുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കുക. എന്നാൽ ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം വന്നു ചേരുകയോ അത്തരം കാര്യങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുക, ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിദേശത്താണ് എങ്കിൽ പോലും ജോലിക്കായി അല്ലെങ്കിൽ പഠനത്തിനായി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീരാം. വിവാഹവുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വിവാദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതാണ് ഏറ്റവും ശുഭകരം. ചില കാര്യങ്ങൾ വിവാദവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. ഈ സമയം ആദായം അല്പം വർദ്ധിക്കുന്ന സമയമാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ പല അവസരങ്ങളും കടന്നു വന്നു എന്ന് വരാം. എന്നാൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ കാര്യങ്ങളാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ ആ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കുടുംബത്തിന്റെ പിന്തുണ പല കാര്യങ്ങളിലേക്കും കടന്ന് വരികയും അത് നിങ്ങൾക്ക് തുണ നൽകുന്നതായ കാര്യമായി മാറും. അത് നിങ്ങൾക്ക് ഊർജ്ജസ്വലതയും ഉന്മേഷവും നൽകും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം വരുമാനം വന്നു ചേരാം. ചെലവ് ചുരുക്കുവാനുള്ള ശ്രമം ഭാഗികമായി വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത്തരം ചെലവുകൾ വന്നു ചേരാം. പങ്കാളിത്ത കച്ചവടവുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കച്ചവടത്തിലെ പുതിയ സാധ്യതകളെക്കുറിച്ച് തേടി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ചില അവസരങ്ങൾ വന്നു ചേരും. അത് പഠനവുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുമാകാം. പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. കുടുംബവുമായി ബന്ധപ്പെട്ടും സഹപ്രവർത്തകർ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പിന്തുണ പ്രതീക്ഷിച്ചതായ ചില കാര്യങ്ങൾ അവരുടെ സഹായത്താൽ ചെയ്തു തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. ചില വ്യക്തികളിൽ നിന്നും സഹകരണം ഉണ്ടാകും എങ്കിലും സഹകരണം പലരിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാകുന്നു. വരുമാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേർന്നു എന്ന് വരാം. പ്രതീക്ഷിക്കുന്നതായ ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. കച്ചവടം വിപുലീകരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതിനാൽ നേട്ടങ്ങൾ വന്നു ചേരും. വിവാഹാലോചനകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമാകുവാൻ സാധ്യത കൂടുതലാകുന്നു. വിജയ സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാണ് ഇത്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് യോജിപ്പിലെത്തുവാൻ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അത്തരം സാഹചര്യങ്ങൾ ഉടലെടുക്കും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു. വാഹനം അത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അതായത് വാഹനങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായ മറ്റ് ചില വസ്തുക്കൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക.
അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അപകട സാധ്യത, രോഗങ്ങൾ വരിക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ്. ഈ സമയം നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കഠിനമായി പ്രയത്നിച്ചിട്ടും ഫലം ലഭിക്കാത്തതായ പല കാര്യങ്ങളിലും ഇപ്പോൾ അല്പമായ അധ്വാനത്താൽ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. സർക്കാരുമായി ബന്ധപ്പെട്ട ചില ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. രേഖകൾ, അനുമതി പത്രങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം അധ്വാനിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട സ്ഥാനോന്നതി അല്ലെങ്കിൽ സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. പദവി ഉയരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചുമതലകൾ വർദ്ധിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ വന്നു ചേരാം. കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെയെങ്കിലും കടബാധ്യതകൾ തീർത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കുടുംബാന്തരീക്ഷം കൂടുതൽ സമാധാനപൂർണമായി തീരും എന്ന കാര്യവും ഓർക്കുക. മക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സന്തോഷകരമായി പര്യവസാനിക്കുന്നതാകുന്നു. പല കാര്യങ്ങളിലും മധ്യസ്ഥം വഹിക്കുവാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ മിത്രങ്ങൾ പോലും ശത്രുക്കളായി മാറാം. അവസരങ്ങൾ തേടി വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്ന ചില ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനുള്ള അവസരങ്ങൾ പോലും കൈവരാം. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. പ്രത്യേകിച്ചും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ആയില്യം നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം. കാരണം നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വർദ്ധിക്കുന്ന സമയമാകുന്നു. തടസ്സങ്ങൾ നീങ്ങും. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉയർച്ച വന്നു ചേരും. അപ്രമാദിത്യം പല കാര്യങ്ങളിലും പ്രകടമാകുന്നതാണ്. ചെറു സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാവുന്നതാണ്. അധ്വാനഭാരം കുറയും എന്ന കാര്യം ഓർക്കുക. സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരുമായി സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരാം. എന്നാൽ ജ്യേഷ്ഠാനുജന്മാർക്കിടയിലോ സഹോദരങ്ങൾക്കിടയിലോ ചില തർക്കങ്ങളോ പിണക്കങ്ങളോ വന്നു ചേരാം. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. എന്നാൽ അത് ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അതിന് അയവ് സംഭവിക്കുന്നതായ സമയമാണ്. മാനസിക നില ഉയരുന്നതാകുന്നു. ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ വാഗ്ദാനങ്ങൾ അത് പാഴ്വാക്കുകളാകുവാൻ നിങ്ങൾ സമ്മതിക്കുന്നതല്ല. വാക്കുകൾ പാലിക്കുവാൻ ശ്രമിക്കും. പുതുജോലി തേടുന്നവർ നിരാശപ്പെടില്ല എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളിൽ ശ്രദ്ധയും താല്പര്യവും പുലർത്തുകയും അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യുന്നതാകുന്നു. കൂടാതെ ഈ സമയം താൽക്കാലികമായ ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായി മോശം പറയുവാൻ സാധിക്കുന്നതല്ല. പ്രതീക്ഷയെ പോലെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരാം. എന്നാൽ ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വാഹനവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. അറ്റകുറ്റപ്പണികൾ വന്നു ചേരുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. ഈ സമയം രോഗദുരിതങ്ങളും ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. പല വ്യക്തികളെയും അമിതമായി വിശ്വസിക്കുന്നത് മൂലം നഷ്ടങ്ങൾ, സാമ്പത്തികപരമായ നഷ്ടങ്ങൾ, മാനഹാനി വന്നു ചേരുവാനുള്ള സാധ്യതയുമുണ്ട്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.